ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ചില വീഡിയോകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അഖിലേഷ് അതൊരു ആശങ്ക ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തിൽ രാമന്റെ കട്ടൗട്ട് അടക്കം വെച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. പോളിംഗ് ബൂത്തിനകത്ത് രാമൻ്റെ കട്ടൗട്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള യാത്ര ഒരു റോഡ് ഷോ ആയിട്ടാണ് നടത്തിയത്. കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവർ രണ്ടുപേരും വരും, മൈക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു റോഡ് ഷോ പോലെയാണ്. അവർ റോഡ് ഷോ നടത്തിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോയത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ടായി, രാജസ്ഥാനിലെ പ്രസംഗം വളരെ വളരെ തരംതാണതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കേണ്ട രീതിയിലുള്ള ഏറ്റവും നീചമായൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തി. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പൊക്കെ പരാതി കൊടുത്തു. ഞങ്ങൾ മാത്രമല്ല, 100 കണക്കിന് പരാതികൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു. ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് പാർട്ടി പ്രസിഡന്റിനൊരു നോട്ടീസ് അയച്ചു. അതിനുശേഷം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുകയാണ്. പ്രധാനമന്ത്രി അതിനുശേഷം റിപ്പീറ്റ്. ഇന്നലെ പറഞ്ഞ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞെന്താണ്? എനിക്ക് 400 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അയോധ്യയുടെ പൂട്ടിടും കോൺഗ്രസ്. ഒരു പ്രധാനമന്ത്രി പറഞ്ഞ വാചകമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഉദ്ദേശം ഒരു കാര്യം മനസ്സിലാക്കിക്കുമോ? BJP തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മോഡിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം കമ്മ്യൂണലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എത്രമാത്രം വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങൾ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള വികാരത്തിലാണ്. യഥാർത്ഥ പ്രശ്നങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രശ്നങ്ങളും സ്ത്രീ സുരക്ഷയുമൊക്കെ ചർച്ചയാകുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. അതിൽ അമ്പരന്നിട്ടാണ്, അതിലാകമാനം വേവലാതി പൂണ്ടിട്ടാണ് ഇത്ര നീചമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ തരത്തിലുള്ള പോയിട്ട് പ്രധാനമന്ത്രി പോയിട്ട് സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പോലും ഒരിക്കലും ചെയ്യാത്തവണ്ണമുള്ള പ്രസ്താവനയായി വന്നിരിക്കുന്നത്. ഇതിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയാണ്. എന്നാൽ തിരിച്ചാണെങ്കിലോ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്താ കാരണം? അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം, റൈത്ത ബന്ധു എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം, KCRൻ്റെ കാലത്തടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം, ആ സ്കീമിൽ BJP വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്കീം നിർത്തിവെച്ചു. ആ സ്കീം നടപ്പിലാക്കുന്നില്ല. കോൺഗ്രസ് ഗവൺമെൻറ് സ്കീമില്ല. അപ്പോൾ ആ സ്കീമിൽ ഓൺഗോയിങ് സ്കീമിന് പൈസ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതായത് BJPയുടെ ഏറ്റവും ശക്തമായ ആരോപണത്തോട് പറഞ്ഞതിന് തെലങ്കാന മുഖ്യമന്ത്രിക്ക് നോട്ടീസാണ്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരും എന്ത് തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയാലും ഇലക്ഷൻ കമ്മീഷൻ നിസ്സംഗത പാലിക്കുന്നു. മറുഭാഗത്ത് കൊച്ചു കാര്യങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവരെ വിലക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്ത് പറഞ്ഞാലും കാറ്റ് മാറി വീശി എന്നുള്ളത് വ്യക്തമാണ്. ഉത്തരേന്ത്യയിലടക്കം, UP-യിലടക്കം, ബീഹാറിലടക്കം കാറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഹരിയാനയിൽ അവിടുത്തെ BJP സർക്കാരിന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. കേവല ഭൂരിപക്ഷം നഷ്ടമായി എന്ന് പറയുന്നു. കോൺഗ്രസിന് 30 MLA-മാരുള്ളവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ, നീക്കങ്ങളൊക്കെ നടത്തും? അല്ല, ഞങ്ങളാരും തന്ത്രങ്ങൾ നീക്കേണ്ട കാര്യമില്ല. ആ സർക്കാർ ഇപ്പം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരായി മാറിക്കഴിഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ ആ സർക്കാർ രാജിവെക്കണം. മെജോറിറ്റി ഇല്ല സർക്കാരിന്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന 4 ഇൻഡിപെൻഡന്റിൽ 3 പേർ വിഡ്രോ ചെയ്തു എന്നപ്പോൾ തന്നെ സർക്കാരിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു. അത് അവർ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവർക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസമില്ലല്ലോ. ഒരു ഭാഗത്ത് ഗവൺമെന്റുകൾ, ഇലക്ടഡ് ഗവൺമെന്റിൽ അട്ടിമറിക്കാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നു. മറുഭാഗത്ത് ഏത് വിധേനയെങ്കിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗവൺമെന്റിനെ തുടരാൻ പറ്റുമെന്ന് നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കും. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാർ അവിടെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുള്ളത് ഞങ്ങൾ ഉന്നയിക്കും ശക്തമായിട്ട്.